ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷം കേട്ടാലോ? അപ്പം നിങ്ങൾ ഇന്നത്തെ വിശേഷവും ജനറൽ പ്രമോ ഒക്കെ കണ്ടു കാണും. അപ്പം നിങ്ങളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണല്ലേ, ഇനി എന്താണ് സംഭവിക്കാൻ പോവുക, ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോകാം അല്ലേ. അപ്പം നേരെ ഇനിയിപ്പം വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചി കൂട്ടുകാരന്മാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏത് പെണ്ണ് വന്നാലും ഈ സച്ചി എന്നും സച്ചി തന്നെ ആയിരിക്കുന്നു. നമ്മുടെ രേവതി കുറച്ചൊക്കെ ഇത് കേട്ടോണ്ട് നിന്നു. കുറച്ചൊക്കെ കേട്ടോന്നിട്ട് രേവതിക്ക് നല്ല കലി വരുന്നുണ്ട്. കാരണം നമ്മുടെ രേവതി പറയുന്ന ഒന്നും അനുസരിക്കില്ല, രേവതി പറയുന്ന ഒന്നും കാര്യമാക്കില്ല എന്നൊക്കെ തന്നെയാണ് സച്ചു പറയുന്നത്. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, ഞരമ്പൻ ഞാൻ ഉദ്ദേശിച്ചത് ഞരമ്പ് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ആ ഞരമ്പ് പോലെ ഇരിക്കുന്നവൻ പറഞ്ഞു, അതെ നീ ഇപ്പം ഇതൊക്കെ പറയും, ദേ കണ്ടോ പതിയെ നീ മാറൂടാ, നീ നോക്കിക്കോ, അവൾ വരയ്ക്കുന്ന വരയിലായിരിക്കും ഇനി നീ നിൽക്കാൻ പോവുക. അതങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ഈ വിവാഹം എന്നതേ ഒരു തരത്തിൽ പറഞ്ഞാലേ പൂട്ടിയിടൽ. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൂട്ടും എല്ലാം പൂട്ടിയിട്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ദേ ഈ പൂട്ടിയിട്ടിട്ട് അതിൻ്റെ താക്കോലുണ്ടല്ലോ, അത് അവരുടെ കയ്യിലായിരിക്കും, പെണ്ണുങ്ങളുടെ കയ്യിൽ. പിന്നെ ആ താക്കോല് കിട്ടണമെങ്കിൽ കുറച്ച് പാടുപെടും. അതുകൊണ്ടല്ലേ ഞാൻ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നും അല്ലെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, മനസ്സിലായി, അല്ലാതെ നിനക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല എന്ന് മനസ്സിലായി. എടാ എന്തിനാടാ അവന് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് വേറൊരു കൂട്ടുകാരൻ കുപ്പിയും സാധനമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ കുപ്പിയും സാധനമൊക്കെ ആയിട്ട് വന്ന ആ ഒരു സമയത്താണ് നമ്മുടെ രേവതീനെ കാണുന്നത്, വേറൊരു കൂട്ടുകാരൻ. അങ്ങനെ രേവതീനെ കണ്ടതും എടാ ദേ നിൻ്റെ പെമ്പർനോത്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് സച്ചി നോക്കിയിട്ട് ഇവളെന്താ ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട്, എന്താടി നീ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നോട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോ? പറഞ്ഞു, അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇത്രയൊക്കെ കേൾക്കാൻ പറ്റിയത്. എന്ത് കേട്ടെന്നാടി നീ പറയുന്നത്? കേട്ടു എല്ലാം ഞാൻ കേട്ടു. നല്ല ബെസ്റ്റ് കൂട്ടുകാർ. ദേ നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് ഒരിതൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം പോയി കിട്ടി. ഏതായാലും പറ്റിയ കൂട്ടുകാരന്മാരെ തന്നെയാണല്ലോ കൂട്ടായിട്ട് കിട്ടിയേക്കുന്നത്. എവിടെ ചെന്നാലും പിന്നെ ഈ കൂട്ടുകെട്ടിന് ദാരിദ്ര്യമൊന്നുമില്ലല്ലോ. അതെ ഞാനിപ്പോൾ വന്നത് വേറെ ഒന്നിനുമല്ല. ദേ മുത്തശ്ശി പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലാൻ. മുത്തശ്ശി പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, നീ ഇപ്പം പൊക്കോ, പതിയെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അതെ പതിയെ വന്നാൽ പോരാ, ഞാൻ വരുമ്പം എൻ്റെ കൂടെ തന്നെ ദേ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ വാ, ഇപ്പം തന്നെ ചെല്ലാനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇതിപ്പോൾ വലിയ പ്രശ്നമായല്ലോ. മുത്തശ്ശി പറഞ്ഞ സ്ഥിതിക്ക് പോയില്ലെങ്കിൽ എൻ്റെ പൊന്നടാ പിന്നെ പറയേണ്ട കാര്യമില്ല. ഏതായാലും ദേ നിങ്ങളിപ്പം തൽക്കാലം ഒന്ന് കൂട്, ഞാനൊന്ന് പോയിട്ട് മുത്തശ്ശീനെ മുഖം കാണിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. അപ്പോഴേക്കും നമ്മുടെ ഞരമ്പൻ കൂട്ടുകാരൻ പറഞ്ഞു, കണ്ടില്ലേ എടാ നീ ഇപ്പം ദേ ഇവളുടെ വരുതി തന്നെ ആയി. ചെല്ല് നിന്റെ കാര്യം അതോ ഗതി, എങ്ങനെ നടന്ന ചെക്കനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ രേവതി തിരിഞ്ഞ് നടന്നു, രേവതിയുടെ കൂടെ സച്ചിയും തിരിഞ്ഞ് നടന്നു പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്ക്, അല്ല നീ എന്തിനാടി അച്ചമ്മ എന്നാണല്ലോ വിളിക്കുന്നത് അല്ലേ, അച്ചമ്മ എന്നല്ല, സോറി മുത്തശ്ശി ഈ പറഞ്ഞിട്ട് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ? അതുമല്ല നിനക്ക് എങ്ങനെ വഴിയൊക്കെ മനസ്സിലായി? നീ ഇതുവരെ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലല്ലോ. വഴിയൊക്കെ എനിക്ക് മനസ്സിലാകും. അതെ ഞാൻ ഒരു തവണ വന്നാൽ മതി, അവിടെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. അവിടെയുള്ള എല്ലാ അമ്പലങ്ങളിലും എല്ലാ കടകളിലും കുഞ്ഞിലേ മുതൽ ഞാൻ പൂ കൊണ്ട് കൊടുത്തോണ്ടിരുന്നതല്ലേ, ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഓർക്കും. അല്ല നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. എന്നോട് മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചും പറഞ്ഞൊക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയത്. കൊള്ളാം. ഏതായാലും നീ കറക്റ്റ് സ്ഥലത്ത് തന്നെ, അതും കറക്റ്റ് സമയത്ത് തന്നെ വന്നല്ലോ. എന്താ ഞാൻ വന്നതിലെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ ഞാനൊരു കാര്യം പറയട്ടെ, മുത്തശ്ശീനെ ചെറിയ പേടിയുണ്ടല്ലേ? മുത്തശ്ശീനെ ചെറിയ പേടിയുണ്ട്. എന്താ എനിക്ക് മുത്തശ്ശീനെ പേടിക്കണ്ടേ? അതെ മുത്തശ്ശീനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് മുത്തശ്ശിയോട് സ്നേഹം ഉണ്ടായിട്ടാണ്. കാരണം മുത്തശ്ശി പറയുന്ന എന്തും ഞാൻ അനുസരിക്കും. മുത്തശ്ശി എന്നെ പൊന്നുപോലെ നോക്കിയതാ. നിനക്ക് അതൊന്നും അറിയില്ല, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീ നിൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ വളർന്നതല്ലേ.
പക്ഷേ എൻ്റെ അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് എൻ്റെ മുത്തശ്ശിയായിരുന്നു എനിക്ക് എല്ലാം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നെ എന്നെ പഠിപ്പിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയത് എൻ്റെ മുത്തശ്ശിയാണ്. അപ്പോൾ പിന്നെ ആ മുത്തശ്ശി പറയുന്നത് ഞാൻ കേൾക്കാതെ അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ നീ പറഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ വരുന്നത്, അതും നിന്നോടുള്ള പേടിയും കൊണ്ടും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് നീളം വഴക്കുണ്ടാക്കിയിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്നു. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ, വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരിങ്ങനെ പോകുമ്പോഴേക്കും അവിടെ പാടവും തൊടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെ റോഡിലൂടെ പെട്ടെന്നൊരു കാറ് വന്നു. ആ കാറിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ ഒരാൾ എറിയാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി എറിഞ്ഞത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതി പെട്ടെന്ന് ആ കാർ ഇങ്ങനെ കൈ നീട്ടി നിർത്തിയിട്ട് പറഞ്ഞു, അതെ ചേട്ടൻ എന്ത് പണിയാണ് ചേട്ടാ ഈ കാണിക്കുന്നത്? നമ്മുടെ ഈ പ്രദേശമൊക്കെ കണ്ടില്ലേ, എത്ര രസമാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. എന്നിട്ട് ഈ പ്രദേശമൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ? ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ കിടന്ന് ആരെങ്കിലും അത് തട്ടിത്തെറിപ്പിച്ച് അത് പുഴയിലേക്കിടും. പുഴയെന്ന് പിന്നെ അവിടെ വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ട് ആ പുഴയെന്ന്? അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലേ ഈ പ്രദേശം മുഴുവനും മലിനമായി പോവില്ലേ? ദേ ഇതുപോലെ ഇപ്പം ചേട്ടനൊരു കുപ്പിയിടും, വീണ്ടും വേറൊരു ചേട്ടൻ വന്ന് വേറൊരു കുപ്പിയിടും, അങ്ങനെ ഇവിടെ മൊത്തം നാശമാവില്ലേ? നമ്മുടെ ഇത്ര മനോഹരമായ നമ്മുടെ ഭൂമി എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭൂമിയെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും പുഴുവിനെക്കുറിച്ചും മരത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുകയാണ് അയാളോട്. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ചേട്ടാ ഇതിവിടെ ഇടരുത്, ഞങ്ങൾ നാട്ടിൻപുറത്തുനിന്ന് വന്ന ഞങ്ങളുടെ നാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നഗരം തന്നെയാണ്. ആ നഗരത്തിൽ ഇങ്ങനെ എത്ര പേരാണെന്നറിയുമ്പോൾ പ്ലാസ്റ്റിക്കും അതും ഇതും ഒക്കെ കൊണ്ടിട്ട് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രാമപ്രദേശം എന്തിനാ നശിപ്പിച്ച് കളയുന്നതെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ രേവതി ആ കുപ്പി അയാളെ കൊണ്ട് അവിടെ നിന്ന് എടുപ്പിക്കുകയാണ്. അങ്ങനെ അയാൾ സോറി എനിക്കറിയാതെ പറ്റിപ്പോയതാ മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുപ്പി എടുത്തോണ്ട് അങ്ങ് പോയി. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് നല്ല അതിശയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം സത്യത്തിൽ നമ്മുടെ രേവതി പറഞ്ഞൊക്കെ സത്യമായ കാര്യങ്ങളാണ്. പ്ലാസ്റ്റിക്കും ചപ്പും ചവറും തുണിയും വേസ്റ്റും ഒക്കെ ഇട്ട് വെറുതെ എന്തിനാ നമ്മുടെ നല്ല മനോഹരമായ ഭൂമി ചീത്തയാക്കുന്നത്? അങ്ങനെ ചീത്തയാക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് കേട്ടിട്ട് ഇത്രയും അറിവ് ഇവൾക്കുണ്ടോ എന്ന മട്ടിലാണ് സച്ചി നോക്കിയിട്ട്. സച്ചി പറഞ്ഞു, അല്ല ഇതൊക്കെ നിനക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇതൊക്കെ എനിക്കറിയാം, ഇതിലപ്പുറവും എനിക്കറിയാം. അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ പല കാരണങ്ങളാൽ പൂക്കൾ വിരിയാതിരിക്കും. ആ പൂക്കൾ വിരിയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കച്ചവടം നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മലിനമാക്കൽ നമ്മുടെ ഭൂമി. നമ്മുടെ ഭൂമിയിൽ പൂക്കൾക്കും അതുപോലെ പുഴുക്കൾക്കും മരങ്ങൾക്കും എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ അതൊക്കെ നശിപ്പിക്കുന്നത്? നമ്മുടെ മനോഹാരിത നിറഞ്ഞ ഈ ഭൂമി എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ സച്ചി രേവതിയും നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇതിനിടയിൽ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനെ തന്നെയാണ്. നമ്മുടെ ശ്രീ ആയിക്കോട്ടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പം ആ ഐഡിയാസ് ഉപയോഗിച്ചൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവർക്കും ആ ഫുഡ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി, അതായത് അവിടെ പാത്രമൊക്കെ കഴുകാൻ നിന്നൊരു ചേച്ചീനെ കൊണ്ടാണ് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ തരുന്നത്. ഇത്രയും നാളുമായിട്ടും ഞാനിവിടെ നിന്നിട്ട് ഈ പാത്രം കഴുകുന്ന ജോലി അല്ലാതെ ഒരു ഭക്ഷണം തരുമോ? ആരും ഇങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കാനൊന്നും തന്നിട്ടില്ല. എന്താണെന്ന് അറിയില്ല മോനെ, എൻ്റെ കണ്ണ് വല്ലാണ്ടങ്ങ് നിറഞ്ഞു പോയി. ഏതായാലും മോൻ നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി ഇങ്ങനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ മെയിൻ ഷെഫിനൊക്കെ ഇഷ്ടമാവുകയാണ്. പുതിയൊരു ഐറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പേര് പോലും അറിയില്ല. ഇപ്പോൾ ഒരു പേരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീ. അപ്പോൾ ശ്രീക്ക് ഏതായാലും അവിടെ ഒരു നിലയും വിലയും ഒക്കെ കിട്ടുകയാണ്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ലൊരു കുക്ക് തന്നെ ആകാനുള്ള എല്ലാവിധ ചാൻസും അവിടെ നിന്ന് തന്നെ നമ്മുടെ ശ്രീക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നത് നല്ലൊരു കുക്കാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ രേവതിയും സച്ചിയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങുക. അപ്പോൾ എല്ലാം കറികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ വിളമ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് ഇങ്ങനെ സച്ചി പറഞ്ഞപ്പോഴത്തേക്കും അതെന്ത് വർത്താനാടാ നീ പറയുന്നത്? അങ്ങനെയൊന്നും പറയണ്ട, നിൻ്റെ ഭാര്യ ആയിരിക്കണം നിനക്കിനി വിളമ്പി തരേണ്ടത്. അതങ്ങനെ തന്നെയാണ് മോളെ രേവതി, അങ്ങോട്ട് വിളമ്പി കൊടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അതെ നീ എന്താടാ നോക്കിയിരിക്കുന്നത്? ഭർത്താവ് ഭാര്യയ്ക്ക് വിളമ്പി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീയും അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ആദ്യമൊക്കെ മടിയാണെങ്കിലും ഇതെന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളമ്പി അങ്ങോട്ട് കൊടുത്തിട്ട് ഇവർ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയട്ടെ മോനെ, എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ ആഗ്രഹം എന്ത് വേണമെങ്കിലും പറഞ്ഞു. എവിടെയാണ് മുത്തശ്ശിക്ക് പോകേണ്ടത്? ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകാനൊന്നും അല്ല എൻ്റെ ആഗ്രഹം, അതെ
ഒരു കാര്യമുണ്ട്. അന്ന് മോളുടെ വിവാഹത്തിനുണ്ടല്ലോ നടക്കേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങെന്ന് പറഞ്ഞാൽ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നൊരു ചടങ്ങ്. പക്ഷെ ആ ചടങ്ങൊന്നും നടത്താൻ നമുക്ക് പറ്റിയില്ലല്ലോ. ഇപ്പം എല്ലാ കല്യാണങ്ങൾക്കും അങ്ങനെയുണ്ട്. ആ ഒരു ടെൻഷൻ്റെ ഇടയിലൊന്നും അത് നടന്നില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുന്നത് കാണണമെന്ന്. ഇത് കേട്ടത് സച്ചി, പിന്നെ കഴിഞ്ഞു പോയ കാര്യം അതൊക്കെ ഇനി എന്തിനാ എടുത്തിടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒന്നുകൂടെ ഉണ്ടല്ലോ മുത്തശ്ശിയുടെയും എൻ്റെ മുത്തശ്ശൻ്റെയും വിവാഹം കാണുന്ന ആഗ്രഹമുണ്ട്. അത് നടക്കുമോ? അത് നടക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇത് നമുക്ക് കൂട്ടിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പം, മോനെ സച്ചി, അപ്പം ഈ മുത്തശ്ശിയുടെ ആഗ്രഹം മോൻ സാധിച്ചു തരില്ലല്ലേ? എനിക്കറിയാം, വന്ന് ഈ മുത്തശ്ശിയോട് നിനക്ക് ഒരു ഇഷ്ടമില്ലാണ്ട് ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്ക് വാരി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ മനസ്സിലും ചെറിയൊരു സന്തോഷവും എന്താ പറയുക, ഒരു ചെറിയ സ്പാർക്കൊക്കെ വീഴുന്നുണ്ട്. അത് കഴിയുമ്പോൾ രേവതിയും വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സീനുകൾ, അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ സച്ചിനെയും രേവതിനെയും തമ്മിൽ ഒന്നാക്കണം, അതിനുവേണ്ടിയുള്ള പരാക്രമങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാറുക്കുട്ടിയമ്മയും അതുപോലെ മുത്തശ്ശിയും. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി അങ്ങനെ ബ്യൂട്ടി പാർലറൊക്കെ നല്ല സെറ്റപ്പാക്കി, അതൊരു നല്ലൊരു അതായത് നല്ല സെറ്റപ്പാക്കിയൊക്കെ എടുത്തു. ബലൂണൊക്കെ കെട്ടി ആ ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഉദ്ഘാടനം നടത്തുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്ര മേഡം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും പിന്നെ ആരാ ഉള്ളത്, നമ്മുടെ സുധിയും ഒക്കെ കൂടി എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നു. അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് വന്നിട്ട് ആ ഒരു ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ചന്ദ്രയാണ്. അപ്പം ചന്ദ്രനെയും അതുപോലെ തന്നെ രവീന്ദ്രനെയും മാറ്റി നിർത്തുന്നൊന്നുമില്ല. പുള്ളിക്കാരിക്ക് സോപ്പിടാൻ നന്നായിട്ട് അറിയാം ശ്രുതിക്ക്. അതുകൊണ്ട് തന്നെ ശ്രുതി നമ്മുടെ രവീന്ദ്രനെയും കൂടെ കൊണ്ടാണ് ആ ഒരു കട ഉദ്ഘാടനം നടത്തുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പേര് ഓപ്പൺ ചെയ്യണം. അപ്പോൾ പേര് ഓപ്പൺ ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോകുന്നത്. അങ്ങനെ പേര് നമ്മുടെ ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ആ പേര് ചന്ദ്ര ബ്യൂട്ടിക് എന്നാണ് നമ്മുടെ ആരിട്ടേക്കുന്നത്, ശ്രുതി ഇട്ടിരിക്കുന്നത്. ഇതും കൂടെ കാണുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, നമ്മുടെ ചന്ദ്രയുടെ കൺട്രോളൊക്കെ അങ്ങ് വിട്ടുപോയിട്ട് ചന്ദ്ര ശ്രുതിനെ കെട്ടിപ്പിടിച്ചിട്ട്, എന്താ മോളെ നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമാണോ ഈ അമ്മയോട്? ഇനി മോൾ അമ്മ എന്ന് തന്നെ വിളിച്ചാൽ മതി, ഇനി ഒരിക്കലും ആൻറ്റിന്നൊന്നും വിളിക്കരുത്, ഇനി അമ്മ എന്നേ വിളിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓവറായിട്ട് തന്നെയാണ് രവീന്ദ്രന് തോന്നുന്നത്. കാരണം ഇത്രയ്ക്ക് മാത്രം നമ്മുടെ ചന്ദ്രനെ സ്നേഹിക്കാനും ഇത്രയ്ക്ക് മാത്രം സ്നേഹം പ്രകടമാക്കാനും ഒക്കെ ചന്ദ്ര എന്ത് ചെയ്തിട്ടായിരിക്കും? അങ്ങനെ ഈ ഒരു ശ്രുതി മാറി എവിടെയോ പോയ ആ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ്, അല്ല നീ വല്ല പൈസയും കൊടുത്തായിരുന്നോ? അല്ല നിന്നെ ഇത്രയ്ക്ക് നന്നായിട്ട് അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് തോന്നുന്നതാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്ര ഒന്ന് ഞെട്ടിപ്പോയിട്ട്, എന്താ മനുഷ്യൻ നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് പൈസ കൊടുക്കാൻ? ഞാൻ എന്ത് പൈസ കൊടുക്കാനാ? അല്ല ഇത്രയും ഓവറായിട്ടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്കങ്ങ് തോന്നിയത് ഇത് കുറച്ച് ഓവറല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം നിങ്ങൾക്ക് ഓവറായിട്ടൊക്കെ തോന്നും. അതെ, അവളെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ മരുമകളാണ്. അവൾ കണ്ടില്ലേ എൻ്റെ പേരാ കടക്കിട്ടിരിക്കുന്നത്. എന്നെ അത്രയ്ക്കിഷ്ടം അവൾക്ക്. ഞാൻ ഇതുപോലൊരു മരുമകളെ തന്നെയാണ് സ്വപ്നം കണ്ടത്. എത്ര നന്നായി ആദ്യത്തെ ആ വിവാഹം മുടങ്ങിപ്പോയത്. അല്ലെങ്കിൽ ആ പൂക്കാരീനെ എൻ്റെ മോളുടെ തല കെട്ടിവെച്ചേനല്ലോ എല്ലാവരും കൂടെ ചേർന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മയുടെ മറ്റേ മക്കളൊന്നും എന്താ വരാത്തത്? അല്ല രേവതി ഒന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം രവീന്ദ്രൻ പറയും, അവർ നാട്ടിൽ നിന്ന് വന്നില്ല, അവർ നാട്ടിൽ നിന്ന് വരുമ്പം ഏതായാലും അവരെ പറഞ്ഞു വിടാമെന്ന് പറയുമ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അതിനിപ്പോൾ എന്താ മോൾ ആ വീട്ടിലേക്കല്ലേ വരാൻ പോകുന്നത്, ആ കുടുംബത്തിലേക്കല്ലേ വരാൻ പോകുന്നത്, അപ്പം ഞങ്ങൾക്കല്ലേ രസം, മോള് കയറി വരുന്നതിൻ്റെ അഭിമാനം ഞങ്ങൾക്കല്ലേ ഉള്ളത്. അല്ല മോളുടെ അച്ഛനെ വിളിച്ച് കടയുടെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പം, അയ്യോ അമ്മേ, അതിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്, ഒരിക്കലും ഞാൻ വിളിക്കില്ല. കാരണം എനിക്ക് അത്രമാത്രം വെറുപ്പാണ് എൻ്റെ അച്ഛനോട്. വെറുതെ ഈ സന്തോഷ നിമിഷം എന്തിനാ അമ്മേ ഇല്ലാണ്ടാക്കണത്? അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കണ്ടെന്ന് പറയുമ്പം, മോക്ക് ഇഷ്ടമല്ലേ, വിളിക്കുമൊന്നും വേണ്ട. ഇല്ല, ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ അമ്മ ഇങ്ങ് വന്നേ, ഇവിടെ ഇരുതേ, ആദ്യത്തെ മേക്കപ്പ് അമ്മേനെ തന്നെ ചെയ്യാമെന്ന് പറയാം. മേക്കപ്പോ? എന്നെയോ? അതെന്താ അമ്മയ്ക്ക് ചെയ്താൽ പറ്റില്ലേ? ദേ അമ്മ ഇപ്പം തന്നെ സുന്ദരിയാ, മേക്കപ്പും കൂടെ ചെയ്യുമ്പോൾ കണ്ടോണം ഒരു 10-15 വയസ്സ് കുറഞ്ഞിരിക്കും. അതാ ഈ ശ്രുതിയുടെ കഴിവ്, ബാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നേരെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ചന്ദ്രക്കിട്ട് നന്നായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ചന്ദ്രനെ ഒരു നല്ലൊരു സുന്ദരിയാണ് നമ്മുടെ ചന്ദ്ര, എങ്കിലും ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞു തോന്നും. അതുപോലെ നമ്മുടെ ചന്ദ്രനെ ആക്കിയെടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് വല്ലാതെ
വല്ലാണ്ടാവുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ മോളെ നീ, അല്ല മോളല്ല ചന്ദ്രയെ നീയെ 2 ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നു. നമ്മുടെ ചന്ദ്രയാണെങ്കിലോ പറഞ്ഞ താമസം എന്ന് പറയാം, ആ ഒരു സമയം തന്നെ പോയി പല രീതിയിലുള്ള പോസൊക്കെ കൊടുത്ത് ഇങ്ങനെ നിന്ന് പല ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ നമ്മുടെ സച്ചിക്ക് അയച്ചു കൊടുക്കുകയാണ്. സച്ചിക്ക് അയച്ചു കൊടുത്തിട്ട് സച്ചി ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ട്, എൻ്റെ ഈശ്വര, അമ്മയുടെ കോലം കണ്ടേ നമ്മുടെ സച്ചി അങ്ങോട്ട് വണ്ടടിച്ചിരിക്കുകയാണ്. അമ്മയോ, ഇതെന്താ എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് അമ്മയാണെന്ന് എന്നിങ്ങനെ നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയുക. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ മോനെ ഞാനും ഇത് വിശ്വസിച്ചില്ല. ഏതായാലും കൊള്ളാം, അമ്മയ്ക്ക് പറ്റിയ മരുമോള് തന്നെയാണല്ലോ വരുന്നത്. ഏതായാലും ഞാനിതൊന്ന് മുത്തശ്ശീനെ കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശീനെ കാണിക്കാനായിട്ട് ചെല്ലുക. മുത്തശ്ശീനെ കാണിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇതാരാടാ ഈ ഫോട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ. അല്ല, പാറൂട്ടിയമ്മ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം പാറൂട്ടി നോക്കിയപ്പോഴത്തേക്കും ഇതാരാന്ന് എനിക്ക് പിടികിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ രേവതി നിനക്കെല്ലാം അറിയാലോ, എങ്കിൽ പിന്നെ ഇതും ഒന്ന് പറ, ഇതാരാണെന്ന് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ ചോണയുണ്ടേ നീ പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറയാം എന്ന് പറഞ്ഞ് മേടിച്ച് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് അമ്മയല്ലേ എന്ന് ചോദിച്ചു. നിനക്കെങ്ങനെ ഇത് മനസ്സിലായി? പിന്നെ അതൊക്കെ എനിക്ക് മനസ്സിലായി, ഏതായാലും സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി, ഇതെന്താ എടാ, നിൻ്റെ അമ്മയ്ക്ക് എന്താടാ വല്ല ഭ്രാന്തും പിടിച്ചോ? ഇതിപ്പം ഒരു കൊച്ചിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം, ഇതേ അമ്മയുടെ പുതിയ മരുമകൾ മേക്കപ്പ് ഇട്ട് കൊടുത്തതാ. പുതിയ മരുമകൾ മേക്കപ്പ് ഇട്ടോ? ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഏതായാലും അതൊന്നും എനിക്കറിയില്ല. പിന്നെ പൈസ കിട്ടിയില്ലെങ്കിലും അത് നമുക്ക് മുതലാക്കാം. കാരണം രേവതി, നീയും വേണമെങ്കിൽ പോയി എല്ലാ ദിവസവും അവിടെ ചെന്ന് ഒരുങ്ങുക. അപ്പം പിന്നെ നമുക്ക് നമ്മുടെ പൈസയും മുതലാക്കാമല്ലോ. അല്ല, സ്തുതി തരാനുള്ള പൈസയെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പാറൂട്ടിയമ്മ പറഞ്ഞു, അല്ല എന്നെയും ആക്കാൻ പറ്റുമോ? എന്നെയും ഈ മേക്കപ്പൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, പിന്നില്ലാണ്ട് പാറൂട്ടി അമ്മേനെ മാറ്റാൻ പറ്റൂലേ മേക്കപ്പൊക്കെ ചെയ്ത്. അല്ല, പാറൂട്ടി അമ്മയ്ക്ക് ആരാ ആകേണ്ടത്? എനിക്ക് മഞ്ജു വാര്യർ ആകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മഞ്ജു വാര്യറോ? ഞാനൊരു കാര്യം പറയട്ടെ, പാറൂട്ടി അമ്മ ആരോടും പറയണ്ട. മഞ്ജു വാര്യറിനെ വേണമെങ്കിൽ പാറൂട്ടി അമ്മേനെ ആക്കി മാറ്റാം, പക്ഷേ പാറൂട്ടി അമ്മേനെ മഞ്ജു വാര്യറാക്കി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പാറൂട്ടി അമ്മ എന്നാ സുന്ദരിയാ, എന്തിനാ വെറുതെ മഞ്ജു വാര്യറൊക്കെ ആവുന്നത്? സുന്ദരിയാന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് പാറൂട്ടി അമ്മയുടെ കുറച്ച് ഡയലോഗും. പാറൂട്ടി അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ, പുതിയ പെണ്ണുണ്ടല്ലോ, പേര് വർഷ പേരെപ്പോഴും മറന്നു. നമ്മുടെ വർഷയാണെങ്കിൽ അതായത് സീരിയലിൽ അഭിനയിക്കുകയും അതിനോടൊപ്പം തന്നെ ഡബ്ബിങ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം അങ്ങനെ അവർ ഡബ്ബ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിശക്കുകയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെയാണ് കേട്ടോ പോകുന്നത്. വീട്ടിലത്തെ എന്ന് ദോശയും ഇഡലിയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സീനും കാണിക്കുന്നുണ്ട് കേട്ടോ, വീട്ടിലത്തെ കുറച്ച് സീന്. അപ്പം അവിടെ നിന്നൊന്നും കഴിക്കാതെ നേരെ അവിടെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നു. സ്റ്റുഡിയോയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വിശന്ന് കഴിയുമ്പം നല്ല വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഈ വെറൈറ്റി ഫുഡ് എവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശ്രീയുടെ കടയിൽ നിന്ന്. അപ്പോൾ ശ്രീ ഹോട്ടലിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ നല്ല വെറൈറ്റി ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നു. ഏതായാലും നമ്മുടെ ശ്രീയുടെ ആ ഒരു വെറൈറ്റി ഫുഡ് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണ്. ആർക്ക്? നമ്മുടെ വർഷയ്ക്ക്. ഏതായാലും അവർ തമ്മിലുള്ള ബന്ധം അവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവർ പരസ്പരം കാണുന്നൊന്നുമില്ല, ഇവർ വിളിച്ച് ബുക്ക് ചെയ്യുകയും ഓർഡർ ചെയ്യുകയും അങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകൾ കാണിക്കുന്നു. പിന്നെ നമ്മുടെ രേവതീനെയും കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ രേവതീനെയും കൊണ്ട് അമ്പലത്തിൽ പോയി കഴിയുമ്പോഴത്തേക്കും രേവതിക്ക് അവിടെ ചെല്ലുമ്പോൾ മണിയടിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ രേവതിക്ക് മണിയടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ സച്ചിനെ കൊണ്ട് എടുപ്പിക്കണം. അപ്പോൾ സച്ചി എടുത്ത് മണി എടുപ്പിക്കുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. അങ്ങനെ മുത്തശ്ശിയും പാറൂട്ടിയമ്മയും കൂടെ ഒരു ടെക്നിക്ക് അവിടെ പ്രയോഗിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോൻ സൂപ്പറായിട്ട് അവളെ എടുക്കും, എൻ്റെ മോന് നല്ല ആരോഗ്യമുണ്ടെന്ന് പറയുമ്പോൾ പാറൂട്ടിയമ്മ പറയുക, പിന്നെ സച്ചിക്ക് അവൻ ആരോഗ്യമൊന്നും ഇല്ലെന്നേ, ആ പെണ്ണിനെ പൊക്കിയെടുക്കാനുള്ള ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞ് ഇവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി എന്താണെന്ന് ചോദിക്കുമ്പം, അതെ എൻ്റെ പൊന്നു സച്ചി മോനെ, ഈ പാറൂട്ടി പറയുന്നത് കേട്ടോ, എൻ്റെ മോന് ആരോഗ്യമില്ല, അവളെ എടുക്കാൻ പറ്റില്ല, അവളെ എടുത്ത് ആ മണിയിൽ എത്തിപ്പിച്ച് മണിയടിപ്പിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെയാണോ? ആര് പറഞ്ഞു എനിക്ക് ആരോഗ്യമില്ലെന്ന്? അവളെയല്ല, അവളെപ്പോലെയുള്ള 10 പേരെ വേണമെങ്കിൽ ഞാൻ എടുക്കുമെന്നും പറഞ്ഞ് നമ്മുടെ രേവതീനെ പോയി എടുത്ത് മണിയൊക്കെ അടുപ്പിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ആരുടെ ടെക്നിക്കാണ്? മുത്തശ്ശിയുടെയും പാറൂട്ടി അമ്മയുടെയും ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ പലവിധം ടെക്നിക്കുകൾ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ഫുൾ വിശേഷം ഞാൻ എത്തിയിട്ടില്ല, ഏകദേശം കുറച്ചൊക്കെ ഓടിച്ചങ്ങോട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വേറെ ഇനിയിപ്പം നാളെ ഉച്ചയ്ക്ക് നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം
വയ്യാത്ത മറ്റു സീനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്ന് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.